എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി നോക്കാം. ഈ കേക്ക് ഞാനിന്ന് തയ്യാറാക്കുന്നത് പ്രഷർ കുക്കറിലാണ്. പ്രഷർ കുക്കറിലും മാത്രമല്ല, ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് കേക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്ന റെസിപ്പി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ്. ഇതിൽ സോക്കിംഗ് ഒന്നും ഇൻക്ലൂഡഡ് അല്ല, അതുപോലെ തന്നെ ബട്ടർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ട പഞ്ചസാര ഒന്ന് കരിച്ചെടുക്കണം. പഞ്ചസാര കരിക്കുന്നത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേക്കിന്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നല്ല അടികട്ടിയുള്ള പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് പഞ്ചസാര നന്നായിട്ടൊന്ന് ബ്രൗൺ നിറമായിട്ട് വരും. ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നല്ല ചൂടുള്ള ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് കരിഞ്ഞു പോകരുത്. ഒരുപാട് കരിയുകയാണെങ്കിൽ കയ്പ്പ് വരും. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് തന്നെ ഒഴിക്കുക. മുഖമൊക്കെ മാറ്റി പിടിച്ചിട്ട് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സിറപ്പ് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. സോക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കേക്കിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ മിക്സിങ്ങും അതുപോലെ തന്നെ പ്രീ ഹീറ്റിങ്ങും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് മുന്തിരിങ്ങ, കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി, അണ്ടിപ്പരിപ്പ്, പിന്നെ കുറച്ച് ക്രാൻബെറി എടുത്തിട്ടുണ്ട്. പിന്നെ സോക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത് വൈനാണ്. അപ്പോൾ വൈൻ്റെ റെസിപ്പി കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ എൻഡ് സ്ക്രീനിലും കൊടുക്കുന്നതാണ്. ഇനി വൈൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് കൈവച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്തിരി ജ്യൂസ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റിയിൽ കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വൈൻ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ അടി കട്ടിയുള്ളൊരു സ്റ്റീലിൻ്റെ പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വാഷറും വിസിലും നമുക്കൊന്ന് മാറ്റി വെക്കണം. അത് നമ്മൾ മാറ്റി വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ വാഷറും വിസിലും. അത് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പൊന്ന് നിരത്തി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പോളം ഉപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പിന് പകരം നിങ്ങൾക്ക് നല്ല മണലും എടുക്കാവുന്നതാണ്. എങ്കിലും ഉപ്പ് യൂസ് ചെയ്യുന്നതാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കൊരു സ്റ്റീലിൻ്റെ ഒരു റാക്ക് ഇറക്കി വെക്കണം. റാക്ക് എന്ന് പറഞ്ഞാൽ തിരിക പോലത്തെ സാധനമാണ്. ഞാനിവിടെ ഒരു സ്റ്റീമറിൻ്റെ ഇതാണ് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉറപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ടാണ് നമ്മൾ കേക്കിൻ്റെ ടിന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ കുക്കറിനകത്ത് ഫിറ്റ് ആകുന്ന ഒരു ടിന്നെടുക്കുക. ഞാനിവിടെ ചെറിയൊരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് അലൂമിനിയത്തിൻ്റെ ടിന്നാണ്. സ്റ്റീലോ അലൂമിനിയോ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രം വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാൻ പറ്റും. അതിനുശേഷം കേക്ക് ടിൻ മാറ്റി വെച്ചതിന് ശേഷം ഈ കുക്കർ അടച്ചിട്ട് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ അതിനെയാണ് പ്രീ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള മിക്സിംഗ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയാണ്. മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. 240 ml ഒരു കപ്പാണ് 1 കപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് വാനില ഷുഗറാണ്. അപ്പം എനിക്കിവിടെ വാനില എസൻസ് അങ്ങനെ കിട്ടില്ല. അപ്പോൾ വാനില ചേർത്ത പഞ്ചസാരയാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. വാനില എസൻസ് ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ പട്ട പൊടിച്ചതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ജാതിക്ക പൊടിച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെയാണ് പ്ലം കേക്കിന് ആ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇത് ഒരു ഏലക്കയും ഒരു ഗ്രാമ്പൂവും പൊടിച്ചു വെച്ചിട്ടുള്ളതാണ്.
അപ്പോൾ ഞാനത് അവസാനമാണ് ചേർക്കുന്നത്. അത് ഞാൻ കൈവച്ചിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഇടഞ്ഞ് എടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് ഇടഞ്ഞു കൊടുത്തതിന് ശേഷം ഏലക്കയും ഗ്രാമ്പും കൂടി പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി നിങ്ങൾക്ക് ഒരുമിച്ചിട്ട് പൊടിക്കാവുന്നതാണ്. ഇത് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരു പിഞ്ചോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ബീറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ മിക്സിയും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ കൈവച്ചിട്ട് തന്നെയാണ് മിക്സിങ് എല്ലാം ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഓറഞ്ചും നാരങ്ങയുടെ തൊലിയൊന്നും എടുക്കാം. ഞാനിവിടെ ഗ്രേറ്ററിൻ്റെ ചെറിയ അച്ചിലാണ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓറഞ്ചിൻ്റെ വെള്ള ഭാഗം വരാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്ലം കേക്കിന് അതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഓറഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഓറഞ്ച് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലെമൺ മാത്രം ചേർത്താലും മതി. അപ്പോൾ രണ്ടും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് നേരത്തെ തന്നെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് ആ ജ്യൂസ് കേക്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ ജ്യൂസ് ഒന്ന് അളന്നെടുക്കുകയാണ്. ഇതൊരു 100 ml ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കുറേശ്ശെ മിക്സ് ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് നമ്മൾ ഇപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെയും നാരങ്ങയുടെയും കൂടെ തൊലി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്നും ഒരു 3 ടീസ്പൂണോളം പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും കേക്കിൻ്റെ അടിയിൽ പോയി അടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ്. അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് മുട്ടയൊക്കെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ മുട്ടയാണെങ്കിൽ നിങ്ങൾക്ക് 3 മുട്ട എടുക്കാവുന്നതാണ്. മുട്ട ഞാനൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഇതുപോലെയുള്ളൊരു വിസ്ക് എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു തടിത്തവി എടുക്കാം. ഞാനിവിടെ വിസ്ക് വെച്ചിട്ടാണ് ഇത് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഈ കേക്കിൽ നമ്മൾ ബട്ടർ അല്ല ചേർക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ആദ്യം മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്കൊരു 1/4 കപ്പോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചെറിയ തരികളുള്ള പഞ്ചസാരയാണ്. നിങ്ങൾ പൊടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മിക്സായി കിട്ടും. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് മിക്സിയിലും വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 7 ടേബിൾ സ്പൂൺ ഉണ്ടാവും. സൺഫ്ലവർ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര കരിച്ചതിൻ്റെ വെള്ളമാണ്, അതുകൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ആദ്യം ലിക്വിഡായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിരുന്ന വൈനാണ്. അത് ഏകദേശം ഒരു 1/4, അതായത് ഒരു 75 ml ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ ഞാനൊരു ചെറിയ കേക്കിന് വേണ്ടിയിട്ടുള്ള അളവാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണമെങ്കിൽ ഈ മെഷർമെൻ്റ് എല്ലാം ഡബിൾ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പൊടി മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു കേക്ക് ടിന്നിലേക്കുള്ള അളവാണ്.
എൻ്റെ കയ്യിൽ അത്രയും വലിയ കേക്ക് ടീൻ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ചെറിയ കേക്ക് ടീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നിങ്ങൾക്ക് മൈദ ഇട്ട് കൊടുത്തിട്ട് ഡസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. പാനിൻ്റെ ഒരു 1/4 ഭാഗം വരെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിലീസായി കിട്ടിക്കോളും. നമ്മുടെ കുക്കർ നന്നായിട്ട് പ്രീ ഹീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് പതുക്കെ തുറന്നിട്ട് നമുക്ക് കേക്ക് ടീൻ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ കുക്കറിൻ്റെ ഉള്ളിൽ നല്ല ചൂടാണ്. നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്യുന്ന അതേ ടൈം മതി കുക്കറിലും ബേക്ക് ചെയ്യാനായിട്ട്. ഇനി പതുക്കെ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ടിന്ന് ഈ കുക്കറിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കുക. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലായിരുന്നു തീ ഉള്ളത്. ഇനി ഇത് കുറച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പകുതി സമയം കഴിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് മുകളിൽ തന്നെ കാണും, അല്ലെങ്കിൽ ഇത് താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇത് വിസിലും വാഷറും ഒന്നും ഇടാതെ അടച്ചിട്ട് ഒരു 50 മുതൽ 55 മിനിറ്റ് വരെ ഇതൊന്ന് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. വളരെ ശ്രദ്ധിക്കണം, തീ മീഡിയം ഫ്ലെയിമിലല്ല ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇതിപ്പോൾ ഒരു 50 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കേക്ക് റെഡിയായോ നോക്കാം. നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായെന്ന് തോന്നുന്നു. ഇനി ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് ഒന്ന് കുത്തി നോക്കുക. അത് ക്ലീനായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ടൂത്ത് പിക്ക് നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഈ കേക്ക് 2-3 ദിവസം കഴിയുമ്പോഴാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ക്രിസ്മസിന് 3-4 ദിവസം മുൻപ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ക്രിസ്മസിന് അന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി അല്ലേ ഈ കേക്കിൻ്റെ റെസിപ്പി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓവനില്ലാത്തവർ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെയും അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ എനിക്ക് FBയിലൂടെ അയച്ചു തരാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിച്ചത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പുതിയ ക്രിസ്മസ് റെസിപ്പികൾക്കായിട്ട് കാത്തിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്